പൊങ്കാല ഏതുവരെയായി? കുളിച്ച് ഈർന്നണിഞ്ഞു എവിടുന്നാ? ഓച്ചിറക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അമ്പലത്തിൽ പോയായിരുന്നോ? പോയായിരുന്നു. തിരക്ക് എങ്ങനെയുണ്ട്? തിരക്ക് ഭയങ്കര തിരക്ക്, നിക്കാൻ വയ്യ അവിടെ. എത്ര നേരം നിന്നു? എത്ര നേരം നിന്ന് അമ്മയെ കാണാനായിട്ട്? ഞാനോ അമ്പലത്തിൽ പോയി, തിരക്കായതുകൊണ്ട് എനിക്ക് കാലുകുത്തി നിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് പോരുന്നു. അപ്പൊ വെളിയിൽ നിന്ന് തൊഴുതു പോരുന്നു. ആണല്ലേ? നമുക്ക് ദേവിക്ക് അറിയാലോ അല്ലെ, നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ അറിയാവേ. ഇത്തവണ പൊങ്കാല ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ദോഷങ്ങള് നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടണം, നമ്മുടെ മക്കളെ കാക്കണം, നമ്മുടെ എല്ലാ ബന്ധുക്കളെയും, നമ്മൾ വെളിനാട്ടിൽ പോയവരെ എല്ലാരെയും കാക്കണം. അമ്മയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകണം. അപ്പൊ അമ്മയുടെ പ്രാർത്ഥന ലോക സമസ്ത സുഖിനോ ഭവന്തു അല്ലേ? നല്ല പ്രാർത്ഥനയാണ്, നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി. അപ്പൊ നന്നായിരിക്കട്ടെ അമ്മ കേട്ടോ. ഒരുപാട് പൊങ്കാലകൾ ഇടാൻ പറ്റട്ടെ. ശരി. അപ്പൊ ഇതുപോലുള്ള അമ്മമാര്, ചെറിയ കുട്ടികളടക്കം നിരവധി പേരാണ് ഈ പൊങ്കാല വലിയ ആഘോഷമാക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തയ്യാറെടുപ്പുകളിലാണ് അവർ. നമുക്കിനി ക്ഷേത്രത്തിലേക്ക് പോകാം. സുവി വിശ്വനാഥനാണ് തവണ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അവിടെ പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്നത് വരെയുള്ള ചടങ്ങുകൾ അതെങ്ങനെയാണ് സുവി? ഇപ്പോഴും ഈ ആളുകളുടെ തിരക്ക്, ഭക്തരുടെ തിരക്ക്, പൊങ്കാലയ്ക്ക് മുൻപ് ദേവിയോട് അനുവാദം ചോദിക്കാൻ വരുന്നവര് നിരവധിയാണ്. ഇന്നലെയും ഒക്കെ കാത്തുനിന്ന്, രാത്രിയിലൊക്കെ കാത്തുനിന്ന് അവിടേക്ക് എത്തിയവരുണ്ടാകുമല്ലോ. ഭക്തരുടെ ഒരു തിരക്ക് എങ്ങനെയാണ് ക്ഷേത്ര നടയിൽ? അശ്വതി, വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. അവസാനമായി പൊങ്കാല സമർപ്പിക്കുന്നതിന് മുമ്പ് അമ്മയെ കണ്ട് അനുവാദം വാങ്ങാൻ വരുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നാമം ജപിച്ചുകൊണ്ട്, അമ്മേ നാരായണ ദേവി നാരായണ എന്ന നാമം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ഭക്തലക്ഷങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ വലിയ തിരക്ക്, അഭൂതപൂർവമായ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. പുലർച്ചെ 2 മണിക്കും 1 മണിക്കും 3 മണിക്കുമെല്ലാം എത്തി കാത്തുനിന്ന് ദേവിയെ തൊഴുകാൻ എത്തിയവരുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുരവയിട്ടുകൊണ്ട്, മന്ത്രം ഓതിക്കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നുപോകുന്നവരുടെ ദൃശ്യങ്ങൾ. പ്രത്യേക പൂജകൾ, പ്രാർത്ഥനകൾ ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രം, വളരെ മനോഹരമായ ഒരു കാഴ്ച, വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷം, ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം. മന്ത്രമുഖരിതമാണ് ഈ ആറ്റുകാൽ ദേവി സന്നിധി ക്ഷേത്രം. നമുക്കറിയാം 10:30 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുക. അതിന് മുന്നോടിയായി ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ട നിര നമുക്ക് കാണാം. ചേച്ചി എവിടുന്നാ വരുന്നത്? എറണാകുളം. കരുനാഗപ്പള്ളി. ഇല്ല, ആദ്യമായി വരുമോ? ആദ്യമായിട്ട് വരികയാണോ? അതെ.